ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീൽ വേസ് വിത്ത് അജയന്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെറിയൊരു റിയാക്ഷൻ വീഡിയോ ആണ്. കരം എന്ന വിനീത് ശ്രീനിവാസൻ പടത്തിന്റെ ഒരു റിയാക്ഷൻ. നമ്മുടെ ഇവാൻ ആശാനില്ലേ, ആശാന്റെ ഒരു പോസ്റ്റ് കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്. പിന്നെ പുതുമുഖ നായകന്മാരും കാര്യങ്ങളൊക്കെയാണ് പടത്തിലുള്ളത്. നമുക്ക് വലിയ സ്റ്റാർ കാസ്റ്റുള്ള നായകന്മാരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ബാക്കി എല്ലാവരും ന്യൂ ബിഗിനേഴ്സ് ആണ്. വിനീത് ശ്രീനിവാസിന്റെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു ഹിറ്റ് പാറ്റേൺ നമുക്കറിയാം. പുള്ളി ഇതേപോലത്തെ പുതിയ താരങ്ങളെ വെച്ച് പുതിയ ആൾക്കാരെ വെച്ചിട്ട് സിനിമ ഹിറ്റാക്കുന്ന ഒരു അടിപൊളി സംവിധായകനാണ്. അതിന് ഏറ്റവും ഒരു ഉദാഹരണം തിരയാണ്. തിര, തട്ടതിൻ മറയത്ത്, മലർവാടി ആർട്സ് ക്ലബ്ബ്, ഈ പടങ്ങളൊക്കെ വിനീതിന്റെ ഹിറ്റ് പടങ്ങളാണ്. സോ ഐ എം എ ബിഗ് ഫാൻ ഓഫ് ഹിസ് ഡയറക്ഷൻ. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് റിവ്യൂയിലേക്ക് പോവാം. ഓക്കെ, एक महीना हो चुका है मिस्टर यादव। मिस्टर यादव, रोज कम से कम 20 लोगों का फोन आता है। ये सब क्या हो रहा है मिस्टर यादव? क्या हो रहा है मिस्टर यादव? മേരിലാൻഡ് സിനിമാസ് ആൻഡ് ഹാബിറ്റ് ഓഫ് ലൈഫ്. സോ ഒരു മിലിറ്ററി ബേസ്ഡ് മൂവിയാന്ന് തോന്നുന്നു കേട്ടോ. മിലിറ്റന്റ് ആക്ടിവിറ്റീസ്, കോർട്ട് മാർഷൽ ടൈപ്പ് സീൻസ് ഒക്കെ കാണുന്നുണ്ട്. വെടിവെപ്പ്. സോ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മിലിറ്ററി മൂവി, വാർ മൂവീസ്. വിനീത് ശ്രീനിവാസൻ ഒക്കെ ട്രാക്ക് മാറ്റിയ കേട്ടോ. റൊമാൻറ്റിക് ഫൺ ടൈപ്പ് ഒക്കെ മാറി ഒരു സീരിയസ് ക്യാരക്ടറിലേക്ക് പോയിട്ടുണ്ട്. ഫ്രം ദ ഡയറക്ടർ ഓഫ് തിര. ആഹാ, ഹീറോയിൻ കൊള്ളാലോ, നല്ല രസമുണ്ട് കാണാൻ. ട്രാക്ക് മൊത്തം വെക്കില്ല, കുറച്ചൊക്കെ അവിടെ ഇവിടെ ഉണ്ട്. മനോജ് കെ ജയൻ, പുള്ളിനൊക്കെ നല്ലൊരു ക്യാരക്ടറായിട്ട് കണ്ട് കുറെ നാളായേ. മനോജ് കെ ജയന്റെ ഒക്കെ ഒരു തിരിച്ചുവരവ് ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ആ പഴയ മനോജ് കെ ജയൻ എന്നൊക്കെ പറഞ്ഞാൽ he was awesome. Not my fault. ജോണി ആന്റണി. കാര്യം എന്താണെന്ന് എന്നോടൊന്ന് പറ. He can't speak. Later I killed him. കലാഭവൻ, ഷാജോൺ, ബാബുരാജ്, അങ്ങനെ കുറച്ച് സ്റ്റാർ കാസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവാൻ ആശാൻ, ആശാനൊരു നല്ല ഇൻട്രോ ഉണ്ടല്ലോ. ഇവിടെ ലുക്കിലാണല്ലോ, നല്ല കോസ്റ്റ്യൂം. ഒരു തോക്ക് പോലും കണ്ടിട്ടില്ലാത്ത നമ്മൾ എന്ത് ചെയ്യാനാ? നമ്മൾ എന്ത് ചെയ്യാനാ? അടി ഇടി അടി ഇടി. വേണ്ട സാറേ, ഇത് നമുക്കൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എനിക്ക് തോന്നുന്നു ആശാൻ ഒരു കില്ലിംഗ് സീനൊക്കെ ഉണ്ട്. ആശാൻ ഒരു വില്ലൻ ക്യാരക്ടർ ആണെന്ന് കേട്ടോ. ഇവാൻ ആശാൻ അങ്ങനെ എങ്ങനെ ഒരു വില്ലൻ ക്യാരക്ടർ പൊളിക്കുവാണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല, വേറെ ലെവലിലായിരിക്കും ആശാന്റെ ഇത് കേട്ടോ. പിന്നെ വിനീത് ശ്രീനിവാസന്റെ ഡയറക്ഷൻ നമുക്കറിയാലോ. പുള്ളി എന്തായാലും നല്ലൊരു ബെറ്റർ റോൾ കൊടുത്തിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ് തോന്നുന്നു കേട്ടോ. BGMs ഒക്കെ കൊള്ളാവേ, രസമുണ്ട്. ഒരു ട്രെയിലറിന്റെ മിക്സിംഗ് ഉള്ളതാ, നല്ല എഡിറ്റിംഗ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നോബിൾ ബാബു തോമസ്, വിശാഖ് സുബ്രഹ്മണ്യൻ, വിനീത് ശ്രീനിവാസൻ, യെസ് ദ ഗോഡ്. ഹാൻഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കരം. അത് തന്നെ, ദൈവത്തിന്റെ കരം. അങ്ങനെ നല്ലൊരു തിരിച്ചുവരവ് നമ്മുടെ വിനീതേട്ടൻ ഉണ്ടാവട്ടെ. അതുപോലെ പടം നല്ല ഹിറ്റാവട്ടെ. എനിക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടു കേട്ടോ. ട്രെയിലർ എന്തായാലും കൊള്ളാം, അടിപൊളി. എപ്പോ തിയേറ്ററില്? സെപ്റ്റംബർ 25. വെയിറ്റിംഗ്, ശരിക്കും വെയിറ്റിംഗ്. വെയിറ്റ് ചെയ്യാനുള്ള എല്ലാം ഞാൻ ഇത് കാണുന്നുണ്ട്. സെപ്റ്റംബർ 25 തിയേറ്ററിൽ തന്നെ പോയി എല്ലാരും പടം കാണുക. സോ എക്സൈറ്റ്മെന്റ് കാര്യങ്ങൾ കുറെ ഉണ്ട്. സോ ഇത്രയും ട്രെയിലറിനകത്ത് തോന്നുന്നു, ട്രെയിലർ ഡീകോഡ് ചെയ്യുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു വാർ ബേസ്ഡ് മൂവി, ഒരു ടെററിസ്റ്റ് അറ്റാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിൽ നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഒരു ഫസ്റ്റ് ഹാഫിലെ സീൻസ് ഒക്കെ ഓൾമോസ്റ്റ് നാട്ടില് ഇന്ത്യയിലുള്ള സീക്വൻസുകളായിരിക്കണം. അത് കഴിഞ്ഞിട്ട് പടം ഡെവലപ്പ് ആയി പോകുന്നതനുസരിച്ച് അതിന്റെ മിഡിൽ പോർഷനിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു ലണ്ടൻ ആ ഒരു ഏരിയ കാണിക്കുന്നത് തോന്നുന്നു. അങ്ങോട്ടുള്ള രീതിയിൽ കഥകൾ മാറുന്നു. ഒന്നെങ്കിൽ ടെററിസ്റ്റിനെ പിടിക്കാൻ പോകുന്ന വഴിക്കോ, അല്ലെങ്കിൽ എന്തെങ്കിലും കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടോ, അല്ലെങ്കിൽ മിലിറ്റന്റ് ആക്ടിവിറ്റീസിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ, അതിന്റെ ഭാഗമായിട്ടോ ലണ്ടനിൽ എത്തിപ്പെടുന്നതായിരിക്കും നായകൻ. അവിടുന്ന് നായികനെ കണ്ടുമുട്ടുന്നു. അവിടുന്ന് വരുന്ന സീക്വൻസ് ഒക്കെ ആയിരിക്കണം, മൈറ്റ് ബി വിനീതേട്ടൻസ് മാജിക്. അവിടുന്നായിരിക്കും നമ്മുടെ മെയിൻ വില്ലനായിട്ടുള്ള ആശാന്റെ എൻട്രി ഉണ്ടാവേണ്ടത്. ഐ ഹോപ്പ് സോ. അങ്ങനെയാണെങ്കിൽ അടിപൊളിയായനെ. അവിടുന്ന് പിന്നെ കഥ ഡെവലപ്പ് ചെയ്ത് പോകുന്നു. ഒരു നല്ല രീതിക്ക് ആക്ഷൻ പാക്ഡ്
മൂവി എന്ന് വേണമെങ്കിൽ പറയാം. നല്ല രീതിക്കുള്ള ഒരു ആക്ഷൻ പാക്ഡ് മൂവി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. സോ എക്സൈറ്റഡ്. സെപ്റ്റംബർ 25 തിയേറ്ററിൽ കാണാം. ഓക്കെ, സീ യു ഓൺ ദ സ്ക്രീൻസ്. ഡോണ്ട് മിസ് ദ ചാൻസ്. ചാനൽ ആദ്യമായി കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കും. ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടെ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റും കൂടെ ചെയ്യണേ. എന്നാൽ മാത്രമേ നമുക്ക് ഇനിയും ബെറ്റർ വീഡിയോസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അടുത്തൊരു റിയാക്ഷൻ വീഡിയോ കാണാം. സോ അതുവരേക്കും സലാം.